ഇവിടെ എല്ലാരും എല്ലാ ജോലിയും ചെയ്തിരിക്കണം. അമ്മ എനിക്ക് എല്ലാ വേലയും തിരിയോ അമ്മ? നിനക്ക് മാത്രം തിരിഞ്ഞാ പോരല്ലോ, ഇവിടെ ഉള്ളവർക്കും തിരിയണ്ടേ? എല്ലാവർക്കും തിരിയണം. അമ്മൂമ്മ, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തുള്ള ജോലിയൊക്കെ ചെയ്യാൻ അറിയാം. എനിക്കും അറിയാം അമ്മ. പിന്നെ അത്യാവശ്യം ജോലിയൊക്കെ നന്നായിട്ട് അറിയാം. വെച്ച് വെക്കുന്നത് തിന്നാനറിയാം. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് പഠിക്കണമല്ലോ. യേശു, നീ നാളെ കല്യാണം കഴിച്ച് പെണ്ണിനെയും കൊണ്ട് ഇവിടെ താമസിച്ചാലും വേറെ മാറി താമസിച്ചാലും പാചകവും കാര്യങ്ങളും എല്ലാം പഠിച്ചിരിക്കണം. ഓ അങ്ങനെ പറ. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഈ പാചകമൊക്കെ പഠിക്കുന്നത്? അമ്മമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അമ്മമ്മക്ക് എന്ത് വയ്യേ? അതല്ല ഏട്ടാ അമ്മമ്മ, എനിക്ക് ABCD പോലും അറിഞ്ഞൂടാ. അപ്പോഴാണ് പാചകം പഠിക്കണം. ഇനി ഈ വീട്ടിലെ പാചകത്തിന്റെ പേരിലോ വീട്ടുകാരും നോക്കാത്തതിന്റെ പേരിലോ ഒരു നാണക്കേട് ഉണ്ടാവാൻ പാടില്ല. ആ ദേ വരുന്നല്ല പ്രശ്നത്തിനെല്ലാം കാരണം. അതെ, ഞാൻ തന്നെ എല്ലാ പ്രശ്നത്തിനും കാരണം. എനിക്ക് അമ്മൂമ്മയെ കിടന്ന് ദേഷ്യപ്പെടുന്നതിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ കുഴിപ്പളത്തെ വീട്ടിലെ പണിയെടുക്കുന്നില്ല, ഇവിടെ പണിയെടുക്കുന്നില്ല, നേരെ ചൊവ്വേ ഭക്ഷണവും ഉണ്ടാക്കുന്നില്ല. കുഴിപ്പളത്തെ അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ കാര്യം ശ്രദ്ധിച്ചില്ല. ഇതൊക്കെയല്ല അമ്മൂമ്മയുടെ പ്രശ്നം തന്നെ. നാളെ മുതൽ ഈ ലച്ചു പുതിയൊരു ലച്ചുവായി. ഇത് കൊറേ കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നതാണ്. അമ്മൂമ്മ എന്നെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ അമ്മൂമ്മ അത് പഴയ ലച്ചു, ഇത് പുതിയ ലച്ചു. അമ്മൂമ്മ നോക്കിക്കോ, ഞാൻ നാളെ രാവിലെ 5 മണിക്ക് എണീറ്റ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് തന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും. എന്ത് സംശയമുണ്ടോ? കാണിച്ചുതരാം. കണ്ടാ ഞാൻ അലാം സെറ്റ് ചെയ്തേക്കുന്ന കണ്ടാ? എന്താണ് 4:30, 5 മണി, 5:10, 5:20, 5:30, 5:35, 5:40, 5:45, 6 മണി, 6:10. അതുവരെ ഒന്നും പോവൊന്നുമില്ല. കൊറേ നാളായല്ലോ നേരം വെളുക്കുമ്പോഴൊക്കെ എണീറ്റിട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം വരും. ഇരിക്കട്ടെ ഐശ്വര്യായിട്ട്. മിസ് ഭവാനി, see you tomorrow. നാളെ കാണാവുന്ന. പിന്നെ വേറൊരു കാര്യം. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോ ലച്ചു ഞാൻ സഹായിക്കണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിച്ച ആരെങ്കിലും പരിസരത്ത് അടുക്കളയിൽ കേറിയ അമ്മമ്മ, ഇപ്പൊ പ്രശ്നമെല്ലാം സോൾവ് ആയല്ല? എനിക്കറിയായിരുന്നു അവളെ ഒന്ന് വരട്ടിയാലേ അവള് നന്നാവുമെന്ന്. അതുകൊണ്ടല്ലയോ സീത അങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്ന് ചൂടായി കാണിച്ചത്. അമ്മൂമ്മ പറഞ്ഞു ആരാ? നാലര 4:45, 5 മണിക്ക് എണീക്കും. ലച്ചു 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 എന്താ? 5 മണിയായി, എഴുന്നേക്കുന്നില്ലയോ? ഞാൻ എണീക്കുമായിരുന്നല്ലോ. 5 മണിക്ക് ഞാൻ അലാം വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്, നിങ്ങൾ നോക്കൂ, എനിക്ക് ആരെ സഹായം ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തോളാം. ചേച്ചി പോകുന്നതിന് മുമ്പേ ഇതൊന്ന് നോക്കിട്ട് പോകും. 10:30യോ? അപ്പൊ എന്റെ അലാം പഠിച്ചില്ലേ? പിടിച്ച് ചെക്ക് ചെയ്യട്ടെ. ശരിയാണ്, അപ്പൊ ശരിയല്ലേ?